പല സുഹൃത്തുക്കളെ, ഒരു സുഹൃത്ത് ആവശ്യപ്പെട്ടിരുന്നു, നിങ്ങൾ സിനിമയിലെ നടന്മാരെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ, ഗായകന്മാരെ കുറിച്ചൊന്നും പറയുന്നില്ല. അതുകൊണ്ട് ഗായകന്മാരെ കുറിച്ച് അഭിപ്രായം പറയണം. ഗായകന്മാരെ കുറിച്ച് അഭിപ്രായം പറയണമെങ്കിൽ നമ്മുടെ ഗാനഗന്ധർവ യേശുദാസിനെ കുറിച്ച് നമുക്ക് ആദ്യം തുടങ്ങേണ്ടി വരും. ദാസേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ദാസേട്ടൻ വരുന്ന സമയത്ത് ഇവിടെ എം രാജ, PB ശ്രീനിവാസൻ, കമുകറ, ഉദയഭാനു, അങ്ങനെ ഒരു പറ്റം ഗായകരായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് തിക്കുറിശിക്കും ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേംനസീർ സാറിനും സത്യമാഷ്കെല്ലാം എം രാജയും പിന്നെ ഉദയഭാനു അല്ലാതെ പാടൽ. ആ സമയത്താണ് ദാസേട്ടൻ കടന്നു വരുന്നത്. ദാസേട്ടൻ കടന്നു വന്ന് കുറച്ച് 1-2 വർഷം ഉദയഭാനു, എം രാജേൻ്റെ ദാസേട്ടനേക്കാളും മുകളിലുള്ളത്. പിന്നീട് ദാസേട്ടൻ ഇവരെല്ലാവരെയും പിന്നെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ദാസേട്ടൻ 1-ാം സ്ഥാനത്തെത്തി. അതിൽ എം രാജ മാത്രം കുറച്ച് കാലം പിടിച്ചു നിന്നിട്ടില്ല. ബാക്കി ഉദയഭാനു അവരെല്ലാം ഔട്ടായി. എം രാജ കുറച്ച് കാലം ഒരു 73-74 വരെ എം രാജ പിടിച്ചായിരുന്നു. അപ്പോൾ ദാസേട്ടൻ പിന്നെ കയറിയല്ലോ. ദാസേട്ടൻ കയറി വന്ന ശേഷം പിന്നെ ദാസേട്ടൻ്റെ കുത്തകയായി. അപ്പോൾ അത് ജയേന്ദ്രൻ ചേട്ടൻ കയറി വരുന്നു, ഒരു എതിരാളി എന്നുള്ള നിലയിൽ. ജയേന്ദ്രൻ ചേട്ടൻ ആദ്യകാലത്ത് പാടിക്കൊണ്ടിരുന്നേരം ദാസേട്ടന് ഒരു 4 പാട്ടുണ്ടെങ്കിൽ ജയേന്ദ്രൻ ചേട്ടന് ഒരു പാട്ടേ ഉണ്ട്. ഏതെങ്കിലും ഒരു സിനിമയിൽ ദാസേട്ടന് ഒരു ചിലപ്പോൾ 6 പാട്ടിലുണ്ടാവും, ജയേന്ദ്രൻ ചേട്ടൻ 2 പാട്ടുണ്ടാവും. പിന്നീട് അങ്ങനെ ജയേന്ദ്രൻ ചേട്ടൻ കയറി വന്നു. ഏകദേശം ഒരു സമയത്ത്, അതായത് പണിതീരാത്ത കൂടെ ഇറങ്ങിയ സമയത്ത് ജയേന്ദ്രൻ ചേട്ടൻ ദാസേട്ടൻ്റെ ഒപ്പം ഒന്നിച്ചെന്നെത്തി. ഒരേ ലെവലായി. പേര് കാണിക്കുമ്പോൾ, ടൈറ്റിൽ കാർഡ് കാണിക്കുമ്പോൾ യേശുദാസ് എന്നിട്ട് ഒരു ഡാഷ് ഇട്ടിട്ട് ജയേന്ദ്രൻ കാണിക്കാൻ തുടങ്ങി. യേശുദാസിൻ്റെ താഴെ കാണിക്കാതെ യേശുദാസിൻ്റെ കൂടെ തന്നെ നേരെ പേര് കാണിക്കുമ്പോൾ ഭയങ്കര പേരായിരുന്നു ജയേന്ദ്രൻ ചേട്ടന്. നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ, ആ പാട്ടെല്ലാം പേരും അന്നത്തെ കാലത്ത് വൈറലാണ്. അതുപോലെ തിരുവാഭരണം ചാർത്തി വിടർന്നു തിരുവാതിര നക്ഷത്രം, അങ്ങനെ എല്ലാവരും പറഞ്ഞ് യേശുദാസിനെ പിന്നെ പിന്നോട്ടാക്കുമെന്ന് പറഞ്ഞു ജയേന്ദ്രൻ ചേട്ടൻ. പക്ഷെ പെട്ടെന്ന് ഒരു വർഷം കഴിയുമ്പോൾ തന്നെ പിന്നെ വീണ്ടും പഴയതുപോലെ ദാസേട്ടൻ്റെ തായൽ ജയേന്ദ്രൻ ചേട്ടൻ വന്നു. പിന്നെ യേശുദാസ് എൻ്റെ തായലാണ് ജയേന്ദ്രൻ ചേട്ടൻ്റെ പേര്. പിന്നെ അങ്ങനത്തോളം ഏകദേശം MG ശ്രീകുമാർ വരുന്നത് വരെ ജയേന്ദ്രൻ ചേട്ടനായിരുന്നു. MG ശ്രീകുമാർ വന്നേരം ഈ സിനിമയിൽ കുറേ പാരകളുണ്ടല്ലോ, ജയേന്ദ്രൻ ചേട്ടനെ കുറച്ചൊന്ന് ഒതുക്കി. അല്ലെങ്കിൽ ജയേന്ദ്രൻ ചേട്ടൻ്റെ 7 അയലത്ത് MG ശ്രീകുമാറില്ല. MG ശ്രീകുമാർ നല്ല പാട്ടുകാരനാണ്, പക്ഷേ ജയേന്ദ്രൻ ചേട്ടനെ താരതമ്യം ചെയ്യാൻ പറ്റില്ല. ആകെ മലയാള സിനിമയിൽ 2 ഗായകന്മാർ ശരിയായിട്ടുള്ളൂ, ഒന്ന് ദാസേട്ടനും 2 ജയേന്ദ്രൻ. ഹിന്ദിയിൽ അതുപോലെ തന്നെ മുഹമ്മദ് റാഫി, കിഷോർ കുമാർ. തമിഴിലും അതുപോലെ തന്നെ TM സൗന്ദരരാജൻ, SP ബാലസുബ്രഹ്മണ്യം. പിന്നെ വരുന്ന കുറേ ഗായകന്മാരുണ്ട് എന്നല്ലാണ്ട് അവർക്കൊന്നും ഈ പേര് കിട്ടൂല. ജയേന്ദ്രൻ ചേട്ടന് ശേഷം ജയേന്ദ്രൻ ചേട്ടനെ പോലത്തെ ഒരു പാട്ടുകാരൻ വന്നിട്ടില്ല. അതുപോലെ ദാസേട്ടനും ജയേന്ദ്രൻ ചേട്ടന് ശേഷം അതുപോലെ 1-2 സ്ഥാനമുള്ള ഗായകരേ ഇല്ല. നമുക്കിപ്പോൾ മലയാള സിനിമ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മികച്ച 2 ഗായകരെടുക്കുമ്പോൾ ദാസേട്ടനും ജയേന്ദ്രൻ ചേട്ടൻ തന്നെ, അതിൻ്റെ ഇടയിൽ വേറെ ആരുമില്ല. പിന്നെ ദാസേട്ടനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഭാഷയിലും പാടുമ്പോൾ എല്ലാ ഭാഷയിലെ പാട്ടും സൂപ്പറാണ്. അങ്ങനെ ഒരു ഗുണം ദാസേട്ടനുണ്ട്, മറ്റുള്ള ഗായകർക്ക് അങ്ങനെ കിട്ടൂല. ദാസേട്ടൻ എന്ന് പറഞ്ഞാൽ തമിഴ് പാടുമ്പോൾ തമിഴിൽ സൂപ്പർ, തെലുങ്ക് പാടുമ്പോൾ തെലുങ്കിൽ സൂപ്പർ, ഹിന്ദിയിൽ പാടുമ്പോൾ ഹിന്ദിയിൽ സൂപ്പർ. അപ്പോൾ തമിഴിൽ TM സൗന്ദരരാജൻ്റെ പൊടിമുത്ത് വാഴുന്ന സമയത്ത് അതിലൊരു ദാസേട്ടൻ്റെ പാട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകം നമുക്ക് എടുത്ത് കാണിക്കും. ദാസേട്ടൻ്റെ പാട്ട് പ്രത്യേകം നല്ല രസമൊക്കെ ഉണ്ടാകും. TM സൗന്ദരരാജൻ്റെ സൗണ്ട് കുറച്ച് ഭയങ്കര സൗണ്ടല്ലേ. MGR ഇടയ്ക്കിടയ്ക്ക് ദാസേട്ടൻ പാടലുണ്ട്. അപ്പോൾ MGRൻ്റെ സൗന്ദരരാജനും പാടും അതിൽ ദാസേട്ടൻ. പക്ഷേ ദാസേട്ടൻ്റെ പാട്ട് വരും വേറെ തന്നെ രസമാണ്. ഒരു മീന വന്നാൻപൻ എന്ന് പറഞ്ഞൊരു പാടുന്നത് MGRൻ്റെ നല്ല പാട്ടത്തിൽ. അതിൽ സൗന്ദരരാജൻ്റെ കുറേ പാട്ടുണ്ട്, പക്ഷേ യേശുദാസ് ഒരു പാട്ട് പാടുമ്പോൾ അതെല്ലാം സൂപ്പറായി. അൻപുക്ക് നാനടിമൈ തമിഴ് പണ്ട്രക്ക് നാനടിമൈ, അതാ രസ പാട്ട് കേൾക്ക്. അതേപോലെ തന്നെ പിന്നെ
രജനീകാന്തിനും ഇടയ്ക്കിടയ്ക്ക് പാടും. അതും എസ് പി ആന്ന് അധികം രജനീകാന്തിന് പാടില്ല, പക്ഷെ ദാസേട്ടൻ പാടുമ്പോൾ അത് സൂപ്പറായിരിക്കും. എസ് പിനേക്കാൾ അത് മനസ്സിലാവും നമുക്ക്. അത് വെള്ളൈപ്പുറാവുണ്ട്, അതെന്താ പാട്ട്, അത് പുതുക്കവിതയിൽ അത് ദാസേട്ടനാണ് പാടും. അതുപോലെ അമ്മാവി വണങ്ങാതെ ഉയരല്ലേ എന്നുള്ള പാട്ടില്ലേ, മറ്റേ ഇതിൽ മന്നൽ അമ്മാവി വണങ്ങാതെ ഞാനില്ലേ എന്നുള്ള പോലെ അങ്ങനെ ഒരു പാട്ടുണ്ട്. അടിപൊളി പാട്ടാണ്. അപ്പോൾ അതിൽ വേറെ ആരെ പാട്ടുണ്ടായിട്ടും കാര്യമില്ല. എസ് പി ഐയിൽ 10 പാട്ട് പാടിയാലും ഈ ഒരു പാട്ട് കൊണ്ട് എസ് പിൻ്റെ ബാക്കി 10 പാട്ടും നിഷ്പ്രഭമാവും. അത് ഞാൻ വരികളൊന്നും തെറ്റാതെ തമിഴ് പാടിയ വരികളൊന്നും അങ്ങനെയൊന്നുമല്ല, ഞാൻ ചെറിയൊരു ഓർമ്മയിൽ പറഞ്ഞു. അപ്പോൾ ദാസേട്ടനെ സംബന്ധിച്ചോളം ഇപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഹിന്ദിയിൽ പോയിട്ടും നല്ല പാട്ടല്ലേ യേശുദാസിൻ്റെ എല്ലാം. അതായത് റഫി സാബും കിഷോർ കുമാറിൻ്റെ ഒപ്പം തന്നെ ദാസേട്ടൻ അവിടെ എത്തിയിരുന്നു. പിന്നെ ഇങ്ങോട്ട് അവിടെ നിൽക്കാതെ ഇങ്ങോട്ട് വന്നുകൊണ്ടല്ലേ അവരൊന്നിച്ച് റഫി സാബിൻ്റെ പേര് തന്നെ അതുപോലെ തന്നെ ഉണ്ടാവും. ഹിന്ദിയിൽ 2 ഗായകരായിരിക്കും, 3 ഗായകർ, റഫി സാഹിബ്, കിഷോർ ദാസേട്ടൻ. ആ 3 പേരും തുല്യമായിട്ട് പങ്കിടും. പക്ഷേ ദാസേട്ടൻ വേഗം ഇങ്ങോട്ട് വന്നാൾ. അപ്പോൾ ഞാനിത് ഗായകന്മാരെ കുറിച്ച് പറഞ്ഞത്. പിന്നെ വേറെ ഗായകന്മാരെ കുറിച്ച് പറയാൻ യേശുദാസനും ജയേന്ദ്രൻ ചേട്ടനും ശേഷം വന്ന നല്ലൊരു ഗായകനാണ് ബ്രഹ്മാനന്ദ്. മാനത്തെ കായലിൽ മണപ്പുറത്തിന്നൊരു താമരക്കളിത്തോണി വന്നെടുത്തു താമരക്കളിത്തോ. അത് ബ്രഹ്മാനന്ദൻ ചേട്ടന് പിന്നെ കുറച്ച് ഉയരത്തിലെത്തുമെന്ന്. പക്ഷെ ബ്രഹ്മാനന്ദൻ ചേട്ടന് 3-ാം സ്ഥാനമുണ്ട്. ഇപ്പോൾ ജയേന്ദ്രൻ ചേട്ടൻ കഴിഞ്ഞാൽ 3-ാം സ്ഥാനമുണ്ട്. പിന്നെ ജോളി അബ്രഹാമും ജോളി അബ്രഹാമും ദാസേട്ടൻ്റെ അനുകരിച്ച് പാടിയതുകൊണ്ട് ജോളി അബ്രഹാമിന് നിറം മങ്ങിപ്പോയി. സ്വന്തം ശൈലിയിലാണ്ട് ദാസേട്ടനെ അനുകരിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ ഒരു പാട്ട് അടിപൊളി ഉണ്ടായില്ലേ, ചട്ടമ്പിക്കലാളി നസീർ സാറിന് വേണ്ടിയിട്ട് പാടുന്നു. ജയിക്കാനായി ജനിച്ചവൻ ഞാൻ, എതിർക്കാനായി വളർന്നവൻ ഞാൻ. അത്